ഈ വർഷത്തെ ആനുവൽ എക്സാം ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൽ പി യു പി മാത്രമുള്ള സ്കൂളുകൾക്കും എൽ പി യു പിയും എച്ച് എസും കൂടിയുള്ള സ്കൂളുകൾക്കും പ്രത്യേകം ടൈം ടേബിളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് ടൈം ടേബിളും ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എൽ പി യു പി എച്ച് എസും കൂടിയുള്ള സ്കൂളുകൾക്കുള്ള ടൈം ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഫെബ്രുവരി 27-ാം തീയതിയാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 27 വ്യാഴാഴ്ച 5ാം ക്ലാസ്സിനും 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനുമാണ് എക്സാം ഉള്ളത്. 5ാം ക്ലാസ്സുകാർക്ക് മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ അല്ലെങ്കിൽ ഉറുദു. ഇനി 6ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 7ാം ക്ലാസ്സുകാർക്ക് മലയാളം സെക്കൻഡാണ്. രാവിലെയാണ് എക്സാം കേട്ടോ. 10 AM to 12:15 PM വരെയാണ് എക്സാം എന്ന് പറയുന്നത്. 27 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 28-ാം തീയതി എക്സാം 1ാം ക്ലാസ്സുകാർക്കും 2ാം ക്ലാസ്സുകാർക്കും ഉൾഗ്രഥിതം ഫസ്റ്റ് ആണ്. ദെൻ 3ാം ക്ലാസ്സുകാർക്ക് പരിസര പഠനം, 4ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 5ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 6ാം ക്ലാസ്സുകാർക്ക് മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ അല്ലെങ്കിൽ ഉറുദു. 7ാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം ഇംഗ്ലീഷാണ് 28-ാം തീയതി. ഇനി ഇത് കഴിഞ്ഞിട്ട് 28-ാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത എക്സാം വരുന്നത് 1-ാം തീയതിയാണ്. മാർച്ച് 1-ാം തീയതിയാണ്. മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച 10 മുതൽ 12-15 PM വരെ. 1ാം ക്ലാസ്സുകാർക്ക് ഉൾഗ്രഥിതം സെക്കൻഡ്, 2ാം ക്ലാസ്സുകാർക്കും ഉൾഗ്രഥിതം സെക്കൻഡാണ്. 3ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 4ാം ക്ലാസ്സുകാർക്ക് ഗണിതം, 5ാം ക്ലാസ്സുകാർക്ക് മലയാളം സെക്കൻഡ്, 6ാം ക്ലാസ്സുകാർക്ക് സാമൂഹ്യ ശാസ്ത്രം, 7ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി. ദെൻ ഇനി 11-3 1-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എക്സാം വരുന്നത് 11-ാം തീയതിയാണ്. മാർച്ച് 11-ാം തീയതി 10 AM to 12:15 PM വരെ. 1ാം ക്ലാസ്സുകാർക്ക് ഉൾഗ്രഥിതം തേർഡ്, 2ാം ക്ലാസ്സുകാർക്കും ഉൾഗ്രഥിതം തേർഡാണ്. 3ാം ക്ലാസ്സുകാർക്ക് ഗണിതം, 4ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 5ാം ക്ലാസ്സുകാർക്ക് സാമൂഹ്യ ശാസ്ത്രം, 6ാം ക്ലാസ്സുകാർക്ക് മലയാളം സെക്കൻഡ്, 7ാം ക്ലാസ്സുകാർക്ക് മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു അതിലേതെങ്കിലും ഒന്ന്. ദെൻ ഇനി വരുന്നത് 11-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എക്സാം വരുന്നത് 15-ാം തീയതിയാണ്. 15-ാം തീയതി ശനിയാഴ്ച 1, 2, 3, 4ാം ക്ലാസ് വരെയുള്ളവർക്ക് എക്സാം ഇല്ല. 5ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം അന്നേ ദിവസം, 6ാം ക്ലാസ്സുകാർക്ക് ഗണിതമാണ്, 7ാം ക്ലാസ്സുകാർക്ക് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക, വിദ്യാഭ്യാസം അതിൻ്റെ എക്സാമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 18-ാം തീയതിയാണ്. 15-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ മാർച്ച് 18-ാം തീയതിയാണ് അടുത്ത എക്സാം. അന്നേ ദിവസം 1ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 2ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 3ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 4ാം ക്ലാസ്സുകാർക്ക് മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ, 5ാം ക്ലാസ്സുകാർക്ക് ഗണിതമാണ്, 6ാം ക്ലാസ്സുകാർക്ക് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക, വിദ്യാഭ്യാസം. അന്ന് 7ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം. അടുത്ത എക്സാം വരുന്നത് 22-ാം തീയതി. അന്ന് 1, 2, 3, 4 വരെയുള്ളവർക്ക് എക്സാം ഇല്ല. 5ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി, 6ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം, 7ാം ക്ലാസ്സുകാർക്ക് ഗണിതം. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം വരുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി 1ാം ക്ലാസ്സുകാർക്ക് അറബിക്, 2ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 3ാം ക്ലാസ്സുകാർക്ക് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ, 4ാം ക്ലാസ്സുകാർക്ക് പരിസര പഠനം, 5ാം ക്ലാസ്സുകാർക്ക് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക, വിദ്യാഭ്യാസം, 6ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി, 7ാം ക്ലാസ്സുകാർക്ക് സാമൂഹ്യ ശാസ്ത്രം. ഇനി എൽ പി യു പി മാത്രമുള്ള സ്കൂളുകളുടെ ടൈം ടേബിളാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവർക്ക് 18-ാം തീയതി മാർച്ച് 18-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോർനൂണും ആഫ്റ്റർനൂണും ആയിട്ടാണ് എക്സാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 18-ാം തീയതി രാവിലെ എക്സാം ഉള്ളത് 5ാം ക്ലാസ്സുകാർക്കും 6ാം ക്ലാസ്സുകാർക്കുമാണ്. 5ാം ക്ലാസ്സുകാർക്ക് മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു അതിലൊരു എക്സാം. 6ാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം മലയാളം സെക്കൻഡാണ്. ഇനി 7ാം ക്ലാസ്സുകാർക്ക് അന്ന് ആഫ്റ്റർനൂണാണ് എക്സാം, 1:30 to 3:45 വരെ. മറ്റവർക്ക് 10 മുതൽ 12-15 വരെയാണ്. 7ാം ക്ലാസ്സുകാർക്ക് ആഫ്റ്റർനൂണാണ് എക്സാം, 1:30 to 3:45 വരെ. അവർക്ക് മലയാളം സെക്കൻഡാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം വരുന്നത് 19-ാം തീയതിയാണ്. അതായത് മാർച്ച് 19-ാം തീയതി. അന്ന് 1, 2, 3, 4 ക്ലാസ്സുകാർക്കില്ല. പിന്നെ 5ാം ക്ലാസ്സുകാർക്ക് രാവിലെ ഇംഗ്ലീഷ്, പിന്നെ 6ാം ക്ലാസ്സുകാർക്ക് മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു അതിലേതെങ്കിലും ഒന്ന് എക്സാം. 7ാം ക്ലാസ്സുകാർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇംഗ്ലീഷാണ് അന്നേ ദിവസം 19-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം മാർച്ച് 20-ാം തീയതിയാണ്. മാർച്ച് 20-ാം തീയതി 1, 2, 3, 4 ഇല്ല. 5ാം ക്ലാസ്സുകാർക്ക് രാവിലെ മലയാളം സെക്കൻഡ്, 6ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി, 7ാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മലയാളം, അറബിക്, തമിഴ്, സംസ്കൃതം, ഉറുദു, കന്നഡ അത് ഏതെങ്കിലും അങ്ങനെ അതിലേതെങ്കിലും ഒരു എക്സാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം വരുന്നത് 21-ാം തീയതി. അതായത് ഇവർക്ക് ഇവിടെ ഗ്യാപ്പ് അധികം ഇല്ല, എല്ലാ ദിവസവും എക്സാമാണ്.
21-ാം തീയതിയാണ്. 21-ാം തീയതിയാണ് 1-ാം ക്ലാസ്സുകാർക്കൊക്കെ എക്സാം തുടങ്ങുന്നത്. 21-ാം തീയതി 1-ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 2-ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 3-ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 4-ാം ക്ലാസ്സുകാർക്ക് മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ, 5-ാം ക്ലാസ്സുകാർക്ക് അന്ന് സാമൂഹ്യശാസ്ത്രം, 6-ാം ക്ലാസ്സുകാർക്ക് സാമൂഹ്യശാസ്ത്രം, 7-ാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഹിന്ദി. ഇനി എക്സാം അത് വെള്ളിയാഴ്ചയാണ്. ഇനി എക്സാം വരുന്നത് മൺഡേ ആണ്. മൺഡേ അതായത് മാർച്ച് 24-ാം തീയതി. അന്ന് 1-ാം ക്ലാസ്സുകാർക്ക് ഉത്ഗ്രഥിതം ഫസ്റ്റ്, 2-ാം ക്ലാസ്സുകാർക്ക് ഉത്ഗ്രഥിതം ഫസ്റ്റ്, 3-ാം ക്ലാസ്സുകാർക്ക് പരിസര പഠനം, 4-ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 5-ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം, 6-ാം ക്ലാസ്സുകാർക്ക് കലാ, പ്രവൃത്തി, ആരോഗ്യം, കായിക വിദ്യാഭ്യാസം, 7-ാം ക്ലാസ്സുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന കലാപ്രവൃത്തി, ആരോഗ്യം, കായിക വിദ്യാഭ്യാസം എന്നാണ് എക്സാം. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി, മാർച്ച് 25-ാം തീയതി 1-ാം ക്ലാസ്സുകാർക്ക് രാവിലെ ഉത്ഗ്രഥിതം സെക്കൻഡ്, 2-ാം ക്ലാസ്സുകാർക്ക് ഉത്ഗ്രഥിതം സെക്കൻഡ്, 3-ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 4-ാം ക്ലാസ്സുകാർക്ക് ഗണിതം, 5-ാം ക്ലാസ്സുകാർക്ക് കലാപ്രവൃത്തി, ആരോഗ്യം, കായിക വിദ്യാഭ്യാസമാണ്, 6-ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ 7-ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം. ഇനി 26-ാം തീയതിയുടെ എക്സാം, അത് 1-ാം ക്ലാസ്സുകാർക്ക് ഉത്ഗ്രഥിതം തേർഡ്, 2-ാം ക്ലാസ്സുകാർക്ക് ഉത്ഗ്രഥിതം തേർഡ്, 3-ാം ക്ലാസ്സുകാർക്ക് ഗണിതം, 4-ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 5-ാം ക്ലാസ്സുകാർക്ക് ഗണിതം, 6-ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 7-ാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഗണിതം. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം വരുന്നത് മാർച്ച് 27-ാം തീയതി. അതും കൂടെ ആകുമ്പോൾ തീരും, എക്സാം തീരും. അവർക്ക് രാവിലെ 1-ാം ക്ലാസ്സുകാർക്ക് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, 2-ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ്, 3-ാം ക്ലാസ്സുകാർക്ക് മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ, 4-ാം ക്ലാസ്സുകാർക്ക് പരിസര പഠനം, 5-ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി, 6-ാം ക്ലാസ്സുകാർക്ക് ഗണിതം, ഉച്ചയ്ക്ക് ശേഷം 7-ാം ക്ലാസ്സുകാർക്ക് സാമൂഹ്യ ശാസ്ത്രം. ഇങ്ങനെയാണ് എക്സാം ടൈം ടേബിൾ.